ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഏറ്റവും ഈസി ആയിട്ട് ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു മീൻകറി ഉണ്ടാക്കിയാലോ? ഏറ്റവും എളുപ്പത്തിൽ, ഇതിന്റെ അപ്പുറത്തേക്ക് എളുപ്പത്തിൽ എനിക്ക് ഒരു മീൻകറി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, മീൻ വേണം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് വറ്റ മീനാണ്. അപ്പോൾ മീൻ ഞാൻ ആദ്യം തന്നെ ഉപ്പിട്ട് കഴുകി എടുത്തു വെച്ച മീനാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി വേണം, പച്ചമുളക് വേണം, ചെറിയ ഉള്ളിയാണ്, കുഞ്ഞുള്ളി വേണം, തക്കാളി, കുറച്ച് കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, ഉപ്പ്, കുറച്ചൊരു 2 സ്പൂൺ വരെ വെളിച്ചെണ്ണയും കൂടി വേണം കേട്ടാ. പിന്നെ ഇതിന് മീൻകറി നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. ആ തേങ്ങ അരച്ചിട്ട് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തേങ്ങ, നല്ല ജീരകം, ചെറിയ ജീരകം ഇല്ലേ, ചെറിയ ജീരകം, 2 അല്ലിപ്പുളി. ഇത് വാളൻ പുളിയാണ് കേട്ടാ. വാളൻ പുളി ഇട്ടിട്ട് നല്ലോണം മഷി പോലെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാ മീൻകറി ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എടുത്തു വെച്ച പച്ചക്കറികൾ, ഞാൻ കുറച്ച് പച്ചക്കറികളിൽ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞുള്ളി ചെറുതായിട്ട് ഒന്ന് അടുക്കേക്കിടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഇതിൽ ലാസ്റ്റ് നമുക്ക് കുഞ്ഞുള്ളി വറുത്തിടുകയും ചെയ്യാം. എന്നാൽ കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ അമ്മമ്മയെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്താ, നമ്മളിവിടെ കുഞ്ഞുള്ളിയെല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി എന്നാ വേണ്ടതെന്ന് വെച്ചാൽ, വേറെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. നമ്മൾ ചട്ടി ഇങ്ങോട്ടേക്കും എടുക്കുക. ഈ മുറിച്ചിട്ട പച്ചക്കറികൾ ഇങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം തന്നെ മീനിൻ്റെ അകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. നിങ്ങൾ എത്ര മീൻ എടുക്കുന്ന വെച്ചാൽ അതിന് കണക്കായിട്ട് മസാലകൾ ഇടണം കേട്ടോ. അതുകൊണ്ട് ഞാൻ കറക്റ്റ് അളവ് പറയാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന മീന് ഈ ഒരു സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അഥവാ എരിവ് വേണമെങ്കിൽ പിന്നെയും നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഈ പറഞ്ഞതുപോലെ വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത്രയും സാധനം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച കറിവേപ്പില ഒഴികെ ബാക്കി എല്ലാ പച്ചക്കറികളും, ഇഞ്ചി, കുഞ്ഞുള്ളി, പച്ചമുളക്, തക്കാളി, ഇത്രയും സാധനം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സ് ആക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് കയ്യിലൊന്നിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചട്ടി ഒന്ന് വെറുതെ അനക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ ആദ്യം. കാരണം ഇനി നമുക്ക് തേങ്ങ അരക്കണം. ഇത് അടുപ്പത്ത് വെക്കാനായിട്ടില്ല കേട്ടോ. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങയും ജീരകവും വാളൻ പുളിയും ഉണ്ടല്ലോ, ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിന്റെ ജാറിലേക്ക് നമുക്ക് തേങ്ങയും ജീരകവും പുളിയും എല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കാം. പുതുതായിട്ട് കുക്കിംഗ് എല്ലാം പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം വെക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് കേട്ടോ. ഇനി ആവശ്യത്തിന് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. ഞാനിത് അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ തേങ്ങ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തേങ്ങ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ഉപ്പും പറഞ്ഞാലും പെരക്കി വെച്ച മീൻ്റെ കഷ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക.
നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ. അനക്കി കൊടുത്തതല്ലേ, കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. കാരണം ഇനി ഇതിൻ്റെ അകത്ത് വേറെ ഒരു പരിപാടിയും ഇല്ല കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് നേരെ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം. സിമ്പിൾ അല്ലേ, ഏറ്റവും ഈസിയാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ഇല്ലേ, ചുവന്നുള്ളി, അത് വറുത്തിടുകയോ വേണ്ടു. അപ്പം നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഓക്കെ, ഇത് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മീൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് മീൻ വെന്ത് വരുമ്പോഴേക്ക് കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ വെന്തതിന് ശേഷം നമുക്ക് ഉപ്പും എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അന്നേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ. അതിനുശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി വറുത്തിട്ട് കൊടുക്കാം. എന്നാൽ നമ്മളെ കറി റെഡി. ഏറ്റവും ഈസിയാണ്, എന്നാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പണ്ടത്തെ ആൾക്കാരെല്ലാം ഉണ്ടാക്കുന്ന കറികളെല്ലാം വളരെ സിമ്പിളും പക്ഷെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് നമ്മൾ കാണാം. നമ്മളെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയ്യിലിട്ടിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല. നമ്മളൊരു ഇങ്ങനെ തുണി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ മീനിന്റെ കഷ്ണങ്ങൾ അടിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണേ. അപ്പോൾ മീനിന്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളി വറുത്തിടാം. ഓക്കെ, നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിക്കാം. ഇത് നമ്മളെ കറിയുടെ നന്നായിട്ട് തിളച്ച് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ. ഇത് കറി റെഡിയാണ് കേട്ടോ. എല്ലാ കഷ്ണങ്ങളെല്ലാം വെന്ത് കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല എണ്ണയുള്ള മീനാണെങ്കിൽ ഇപ്പൊ എണ്ണ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പോൾ നമ്മളൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല കറിയിലേക്ക് നല്ലൊരു ഫ്ലേവർ ഇറങ്ങും. കണ്ടോ, നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടി തന്നെ ഇരിക്കുമ്പോൾ കുറച്ചും കൂടി വറ്റി വരും കേട്ടോ. നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കറി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്, മീൻകറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിത് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി വറവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നന്നായിട്ട് മൂത്ത് വരണം കേട്ടോ. ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് കറിക്ക് വറുത്തിട്ട് കൊടുക്കാം. കുഞ്ഞുള്ളിയാണ് നല്ലത് കേട്ടോ. കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സവാള ഇട്ടിട്ടും നമുക്ക് വറുത്തിടാം. ഗോൾഡൻ കളറായി വരട്ടെ കേട്ടോ. നമ്മൾ ഉള്ളിയുടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കറിക്ക് വറുത്തിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഉള്ളി ഇട്ടിട്ടുണ്ട്. നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഈസി ആയിട്ടും എമ്മി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നെ ഒരു ദിവസം കാണാം. ഓക്കെ, ബൈ.